ഏറ്റുമാനൂർ നഗരമധ്യത്തിൽ മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായ കിണർ വൃത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഒരു കാലത്ത് പ്രദേശത്തെ കുടിവെള്ള വിതരണത്തിനായി വാട്ടർ അതോറിറ്റി ഉപയോഗിച്ചിരുന്ന കിണറാണ് ഇപ്പോൾ മാലിന്യം തള്ളാൻ ഉപയോഗിക്കുന്നത്. ഇതുമൂലം സമീപത്തെ കിണറുകളും മലിനമാകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഏറ്റുമാനൂർ സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് ഈ കിണറുള്ളത്. നഗരസഭയിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ദൂരം. എന്നാൽ ഇത്രയൊക്കെ ശ്രദ്ധ കിട്ടുന്ന സ്ഥലമായിട്ടും ഈ കിണറിന് മാലിന്യം തള്ളുന്ന പ്രധാന സ്ഥലമായി മാറിയിരിക്കുകയാണ്. കമ്പുവേലികൾ കൊണ്ട് മൂടിയിട്ടുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യം അടക്കം നിറഞ്ഞ് കിണർ ഉപയോഗശൂന്യമായിരിക്കുകയാണ്. എന്നാൽ ഏറ്റുമാനൂർ നഗരസഭയാകട്ടെ കഴിഞ്ഞ 11 വർഷമായിട്ട് മാലിന്യം സംസ്കരിക്കാനുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാതെ ഏറ്റുമാനൂർ പ്രൈവറ്റ് സ്റ്റാൻഡ് മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ചെറക്കുളത്തിന്റെ ഭാഗമാണ്, പണ്ട് പാടമായിരുന്ന ഭാഗമാണ്. ആ ചതുപ്പ് കാലത്ത് 1 മീറ്റർ കുടിച്ചാൽ വെള്ളമാണ്. അങ്ങനെ ഈ ഏറ്റുമാനൂർ ഒരു കാലത്ത് കുടിവെള്ളം കൊടുത്തിരുന്ന ഒരു കിണറാണ് മൂടിക്കളഞ്ഞിരിക്കുന്നത് മാലിന്യം കൊണ്ട്. മുകളിൽ മൂടാപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധ വരത്തില്ല. ഇപ്പോഴും നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അത്തരത്തിൽ നമ്മളത് പരിശോധിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നമ്മളത് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മുനിസിപ്പാലിറ്റി ആൾ വന്നിട്ട് അവിടുത്തെ കുറച്ച് അപ്പിയോറുകൾ വാരിക്കൊണ്ടുപോകുക. ഒരു കാലത്ത് മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിച്ചിരുന്നത് ഈ കിണറിൽ നിന്നാണ്. വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ്ങും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നിനും ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ കിണർ. സമീപത്തുള്ള ജലസ്രോതസ്സുകളും ഇതോടെ മലിനമായതായും പരാതിയുണ്ട്. മഴക്കാലമായാൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കിണർ വൃത്തിയാക്കി നാട്ടുകാർക്ക് ഉപയോഗിക്കാനാകുന്ന തരത്തിലാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഏറ്റുമാനൂർ നഗരസഭയുടെ പല പ്രദേശങ്ങളിലും ഇപ്പോഴും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ആ സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ജലസ്രോതസ് മാലിന്യം മൂലം നശിക്കുന്നത്. കോട്ടയത്ത് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.